നമസ്കാരം. 7th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസ് പാർട്ട് 1-ൽ രണ്ടാമത്തെ ചാപ്റ്ററായ ആസിഡുകളും ബേസുകളുമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഈ പാഠത്തിലെ പ്രധാന ഭാഗങ്ങളിലേക്ക് പോകാം. ആദ്യമായി ശാസ്ത്ര കിറ്റ് എന്താണെന്ന് നോക്കാം. ശാസ്ത്ര പരീക്ഷണങ്ങൾ ചെയ്യാൻ ആവശ്യമായ പല സാമഗ്രികളും വീട്ടിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും ശേഖരിക്കാനാകും. അവ ശേഖരിച്ചു വയ്ക്കുന്ന കിറ്റാണ് ശാസ്ത്ര കിറ്റ്. അതിനുദാഹരണമാണ് ശാസ്ത്ര കിറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന സാധനങ്ങൾക്ക് ഉദാഹരണം ഇവിടെ കൊടുത്തിരിക്കുന്നു. സുതാര്യമായ ഗ്ലാസ് ടംബ്ലറുകൾ, പതിമുഖമിട്ട് തിളപ്പിച്ച പിങ്ക് നിറമുള്ള വെള്ളം, വിനാഗിരി, പുളിവെള്ളം, നാരങ്ങ നീര്, ഉപ്പ്, ചാരം, ചുണ്ണാമ്പ്, അപ്പക്കാരം തുടങ്ങിയ വസ്തുക്കളാണ്. അടുത്ത ഒരു ബോക്സ് നോക്കാം. ലിറ്റ്മസ് പേപ്പർ എന്താണെന്ന്. മരങ്ങളിലും പാറകളിലും മറ്റും പറ്റിപ്പിടിച്ചു വളരുന്ന സസ്യവിഭാഗമായ ചിലയിനം ലൈക്കണുകളുടെ സത്തിൽ നിന്ന് നിർമ്മിക്കുന്ന ചായമാണ് ലിറ്റ്മസ്. ഇത് നിറമാറ്റം വഴി പദാർത്ഥങ്ങളുടെ സ്വഭാവം തിരിച്ചറിയാൻ സഹായിക്കുന്നു. ലൈക്കണുകളുടെ സത്ത് കടലാസിൽ പുരട്ടി ലിറ്റ്മസ് പേപ്പറും വെള്ളത്തിൽ ലയിപ്പിച്ച് ലിറ്റ്മസ് ലായനിയും ഉണ്ടാക്കുന്നു. നീല, ചുവപ്പ് നിറത്തിലുള്ള ലിറ്റ്മസ് പേപ്പറുകളും ലായനികളും സ്കൂൾ ലബോറട്ടറിയിൽ ലഭ്യമാണ്. ഇനി ആസിഡുകളും ബേസുകളും എന്താണെന്ന് ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നു. നോക്കാം. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ ആസിഡുകളാണ്. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങളാണ് ബേസുകൾ. അപ്പോൾ ആസിഡുകൾ എന്ത് ചെയ്യുന്നു? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. ബേസുകൾ ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങളാണ്. അടുത്തത് സൂചകങ്ങൾ എന്താണെന്ന് നോക്കാം. നിറമാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. ലിറ്റ്മസ് പേപ്പർ ഒരു സൂചകമാണ്. അടുത്തതായി സാർവിക സൂചകം. ഒരേ സമയം ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് സാർവിക സൂചകം. പല സൂചകങ്ങളുടെയും ഒരു മിശ്രിതമാണിത്. ഇതിനെ ഏതാനും തുള്ളി ആസിഡുകളിലോ ബേസുകളിലോ ചേർക്കുമ്പോൾ അവയുടെ സ്വഭാവവും തീവ്രതയും അനുസരിച്ച് പല നിറങ്ങൾ ലഭിക്കുന്നു. കുപ്പിക്ക് പുറത്തുള്ള കളർ ചാർട്ടുമായി താരതമ്യം ചെയ്ത് ദ്രാവകത്തിൻ്റെ സ്വഭാവവും തീവ്രതയും കണ്ടെത്താം. അടുത്ത ബോക്സ് നോക്കാം. എല്ലാ ആസിഡുകൾക്കും പുളിരുചിയാണുള്ളത്. എല്ലാ ബേസുകൾക്കും കാരരുചിയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അടുത്തൊരു ബോക്സ് ഇവിടെ ഫില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആസിഡുകൾ, ബേസുകൾ. അപ്പം ആസിഡുകൾ എന്നതിൽ നമ്മൾ അവരുടെ സ്വഭാവമാണ് പുളിരുചിയുണ്ടെന്ന് കൊടുക്കണം. ബേസുകളിൽ കാരരുചിയാണെന്ന് കൊടുക്കണം. ആസിഡുകൾക്ക് പുളിരുചിയാണ്, ബേസുകൾക്ക് കാരരുചിയുമാണ്. ഇനി ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. ബേസുകൾക്ക് വഴുവഴുപ്പുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന ദ്രാവകങ്ങൾ ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുക്കാം. ഏതൊക്കെയാണ്? ഓറഞ്ച് നീര്, ഇരുമ്പൻ പുളിനീര്, മുന്തിരി നീര്, തക്കാളി നീര്, തേങ്ങാവെള്ളം. ഇവയൊക്കെയാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത്. അതായത് ആസിഡിൻ്റെ സ്വഭാവം കാണിക്കുന്ന ദ്രാവകങ്ങൾ. അത് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നതിനുള്ള കാരണമാണ് അവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിൻ്റെ സാന്നിധ്യം. അടുത്തതായി ചെറിയൊരു ബോക്സ് നോക്കാം. പേരിനു പിന്നിൽ. പുളിരുചി എന്നതിന് ലാറ്റിൻ ഭാഷയിൽ അസിഡസ് എന്നാണ് പറയുക. ഇതിൽ നിന്നാണ് ആസിഡ് എന്ന പദം ഉണ്ടായത്. അടുത്തതായി ഇവിടെ കുറച്ച് ദ്രാവകങ്ങൾ തന്നിട്ടുണ്ട്. അവ താഴെയുള്ള ബോക്സിൽ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റാൻ കഴിയുന്ന ദ്രാവകങ്ങൾ ഏവയെന്ന് എഴുതണം. അപ്പുറത്ത് കാരണങ്ങൾ എന്താണെന്നും രേഖപ്പെടുത്തണം. നോക്കാം. ഓറഞ്ച് നീര്, ഇരുമ്പൻ പുളിനീര്, മുന്തിരി നീര്, തക്കാളി നീര്, തേങ്ങാവെള്ളം. ഇവയൊക്കെയാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റാൻ കഴിയുന്ന ദ്രാവകങ്ങൾ. ഇതിൻ്റെ കാരണം എന്താണ്? ഇവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിൻ്റെ സാന്നിധ്യമാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റാൻ കഴിയുന്നത്. അടുത്ത് നോക്കാം. നെല്ലിക്കയിലും ആസിഡ്. നെല്ലിക്കയിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ സി എന്നത് അസ്കോർബിക് ആസിഡാണ്. ഇതിൻ്റെ സാന്നിധ്യമാണ് നെല്ലിക്കയ്ക്ക് പുളിരുചി നൽകുന്നത്. അതായത് നെല്ലിക്കയിലുള്ള ആസിഡാണ് അസ്കോർബിക് ആസിഡ്. നെല്ലിക്കയിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ സി എന്നതാണ് അസ്കോർബിക് ആസിഡ്. ഇതിൻ്റെ സാന്നിധ്യമാണ് നെല്ലിക്കയ്ക്ക് പുളിരുചി നൽകുന്നത്. പുളിരുചിയുള്ള ഭക്ഷ്യവസ്തുക്കളിലെല്ലാം ചില ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു. മിക്ക പഴങ്ങളിലും ഒന്നിലധികം ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. താഴത്തെ ബോക്സ് നോക്കാം. ഭക്ഷ്യവസ്തു, മോര്, തൈര്. ഇവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. അടുത്തത് വിനാഗിരി. വിനാഗിരിയിൽ അസറ്റിക് ആസിഡാണ് അടങ്ങിയിരിക്കുന്നത്. നാരങ്ങ, സിട്രിക് ആസിഡ്. വാളൻപുളി, ടാർട്ടാറിക് ആസിഡ്. ആപ്പിൾ, മാലിക് ആസിഡ്.
നെല്ലിക്ക, അസ്കോർബിക് ആസിഡ്, തക്കാളി, ഓക്സാലിക് ആസിഡ്. അടുത്തത് പാല് തൈരാകുമ്പോൾ. പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഭക്ഷ്യോൽപ്പന്നമാണ് തൈര്. തൈരിന് പുളിരുചി ഉണ്ടാകുന്നതിൻ്റെ കാരണം ആസിഡിൻ്റെ സാന്നിധ്യമാണ്. പാല് തൈരാകുമ്പോൾ എങ്ങനെയാണ് അതിൽ നിന്ന് ആസിഡ് സ്വഭാവം വരുന്നത് നോക്കാം. പാലിനെ തൈരാക്കി മാറ്റാൻ തിളപ്പിച്ചാറിയ പാലിൽ അല്പം തൈര് അല്ലെങ്കിൽ ഉറ ഒഴിക്കുന്നു. തൈരിൽ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. ഇവ പാലിൽ നിന്ന് പോഷണം നടത്തുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡാണ് തൈരിന് പുളിരുചി നൽകുന്നത്. ഇനി ലബോറട്ടറികളിലെ ആസിഡുകളും ബേസുകളും. ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയ ആസിഡുകൾ വീര്യം കുറഞ്ഞവയാണ്. എന്നാൽ ലബോറട്ടറികൾ സാധാരണ ഉപയോഗിക്കുന്ന പല ആസിഡുകളും ബേസുകളും വീര്യം കൂടിയവയാണ്. ഇത്തരത്തിൽ ചില ആസിഡുകളും ബേസുകളും നമുക്ക് നോക്കാം. അവയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ് എന്നിവ. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ്. ബേസുകൾ നോക്കാം. കാൽസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ചുണ്ണാമ്പ്, സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കാസ്റ്റിക് സോഡ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കാസ്റ്റിക് പൊട്ടാഷ്. അടുത്തത് നമുക്കൊരു പത്ര റിപ്പോർട്ട് തന്നിരിക്കുന്നത് നോക്കാം. ആസിഡ് വീണ് കണ്ണിന് പരിക്കേറ്റു. ആനക്കയം. ആസിഡ് തെറിച്ചു വീണ് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിക്ക് കണ്ണിന് പൊള്ളലേറ്റു. റബ്ബർ പാൽ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്ന ഫോർമിക് ആസിഡിൻ്റെ ടിൻ തുറന്നപ്പോഴായിരുന്നു അപകടം. അപ്പോൾ റബ്ബർ പാൽ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ഫോർമിക് ആസിഡ്. വാർത്ത ശ്രദ്ധിച്ചുവല്ലോ. രാസവസ്തുക്കൾ പലതും അപകടകാരികളാണ്. എങ്കിലും വിവിധ വ്യവസായ ആവശ്യങ്ങൾക്കും പരീക്ഷണ ആവശ്യങ്ങൾക്കും അവ നമ്മൾക്ക് ഉപയോഗിക്കേണ്ടി വരും. രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ അപകടങ്ങൾ ഒഴിവാക്കാൻ നാം എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? താഴെ കൊടുത്തിരിക്കുന്നത് നോക്കാം. ശരീരഭാഗങ്ങളിൽ വീഴാതെ നോക്കണം. കൈകൊണ്ട് തൊടരുത്. മണത്ത് നോക്കാൻ പാടില്ല. രുചിച്ചു നോക്കരുത്. കുപ്പിയിൽ നിന്ന് എടുക്കാൻ ഡ്രോപ്പർ ഉപയോഗിക്കണം. ടെസ്റ്റ് ട്യൂബ് പിടിക്കാൻ ഹോൾഡർ ഉപയോഗിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആസിഡ് വീണാൽ. വീര്യം കൂടിയ ആസിഡുകൾക്ക് ജലാംശം വലിച്ചെടുക്കാനും താപം പുറത്തുവിടാനും കഴിവുണ്ട്. അവ ശരീരത്തിൽ വീണാൽ പൊള്ളലുണ്ടാകുന്നു. പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കുറേ സമയം ഒഴിക്കുന്നതാണ് ഇതിനുള്ള പ്രഥമ ശുശ്രൂഷ. പൊള്ളൽ ഗുരുതരമാണെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകണം. അടുത്തത് ഇവിടെ അധിക വായനയ്ക്കെന്ന് പറഞ്ഞൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഉറുമ്പ് കടിക്കുമ്പോൾ. ഉറുമ്പിൻ്റെ ശരീരത്തിൽ ഫോർമിക് ആസിഡ് ഉണ്ട്. ഉറുമ്പ് കടിക്കുമ്പോൾ ഈ ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇത് ശരീരകോശങ്ങളുമായി പ്രവർത്തിക്കുമ്പോഴാണ് ഉറുമ്പ് കടിക്കുമ്പോഴുള്ള വേദനയ്ക്ക് കാരണമാവുന്നത്. അപ്പോൾ ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ആസിഡാണ് ഫോർമിക് ആസിഡ്. അടുത്തതായി ലബോറട്ടറിയിലുള്ള ചില ആസിഡുകളും ബേസുകളും പരീക്ഷിച്ചുള്ള അതിൻ്റെ നിരീക്ഷണങ്ങൾ താഴെ ഒരു ബോക്സിൽ ഫില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നോക്കാം. സൂചകം. മീഥൈൽ ഓറഞ്ച്. മീഥൈൽ ഓറഞ്ചിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിൽക്കുമ്പോൾ ചുവപ്പ് അല്ലെങ്കിൽ ഇളം പിങ്ക് നിറം വരുന്നു. സൾഫ്യൂരിക് ആസിഡിലാണെങ്കിൽ ചുവപ്പ് നിറം വരുന്നു. സോഡിയം ഹൈഡ്രോക്സൈഡിലാണെങ്കിൽ മഞ്ഞ. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലാണെങ്കിൽ മഞ്ഞ. ഇനി ഫിനോഫ്തലിൻ ഹൈഡ്രോക്ലോറിക് ആസിഡിലാണെങ്കിൽ നിറമില്ല. സൾഫ്യൂരിക് ആസിഡിലും നിറമില്ല. സോഡിയം ഹൈഡ്രോക്സൈഡിലാണെങ്കിൽ പിങ്ക്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലും പിങ്ക്. ഇനി നീല ലിറ്റ്മസ് പേപ്പർ. ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ചുവപ്പ്. സൾഫ്യൂരിക് ആസിഡിലും ചുവപ്പ്. സോഡിയം ഹൈഡ്രോക്സൈഡിൽ നീല. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൽ നീല. ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ. അതിന് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ചുവപ്പ്. സൾഫ്യൂരിക് ആസിഡിൽ ചുവപ്പ്. സോഡിയം ഹൈഡ്രോക്സൈഡിൽ നീല. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലും നീലയാണ് നിറമാറ്റം കാണിക്കുമ്പോൾ. അതായത് ഈ സൂചകങ്ങളൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്നിവയിൽ ചേർക്കുമ്പോഴുള്ള നിറമാറ്റമാണ് നമ്മളിപ്പോൾ നിരീക്ഷിച്ചത്. അടുത്തൊരു ബോക്സ് നോക്കാം. ശരീരത്തിനുള്ളിലും ആസിഡോ. നാം കഴിക്കുന്ന ആഹാരത്തിൻ്റെ ദഹനത്തെ സഹായിക്കാനായി ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ദഹനത്തെ സഹായിക്കാൻ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡാണ് ആമാശയത്തിലാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്.
ചിലരിൽ ഇതിൻ്റെ ഉൽപ്പാദനം കൂടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് അസിഡിറ്റി. ആമാശയത്തിനുള്ള നീറ്റൽ, നെഞ്ചെരിച്ചൽ, പുളിച്ചു തികട്ടൽ, മലബന്ധം എന്നിവ അസിഡിറ്റിയുടെ ലക്ഷണങ്ങളാണ്. ആസിഡിനെ നിർവീര്യമാക്കുന്ന ആൻറ്റാസിഡുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളാണ് ഡോക്ടർമാർ ഇതിന് പരിഹാരമായി നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ബോക്സിൽ നമ്മൾക്ക് ശരീരത്തിനുള്ളിലുള്ള ആസിഡ്, അതായത് ആമാശയത്തിനകത്തെ ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇതിൻ്റെ കൂടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് അസിഡിറ്റി. ഇതിന് നമ്മൾ സാധാരണയായി ആൻറ്റാസിഡുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. അടുത്തതായി ആസിഡുകളും ലോഹങ്ങളും. ആസിഡുകളും ലോഹങ്ങളും ഒരു പരീക്ഷണമാണ് കൊടുത്തിരിക്കുന്നത്, നോക്കാം. ഒരു ടെസ്റ്റ് ട്യൂബിൽ 1/4 ഭാഗം വിനാഗിരി അല്ലെങ്കിൽ നേർപ്പിച്ച അസറ്റിക് ആസിഡ് എടുക്കുക. അതിലേക്ക് മഗ്നീഷ്യം റിബണിൻ്റെ 3-4 ചെറു കഷ്ണങ്ങൾ ഇടുക. ടെസ്റ്റ് ട്യൂബ് അല്പം ചെരിച്ചു പിടിക്കുക. കത്തുന്ന ഒരു തീപ്പെട്ടി കൊള്ളി ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത് കൊണ്ടുവന്ന ശേഷം വിരൽ മാറ്റൂ. തീ കാണിച്ചപ്പോൾ ചെറു ശബ്ദത്തോടെ കത്തിയ ഈ വാതകം ഹൈഡ്രജനാണ്. ആസിഡുകൾ ലോഹങ്ങളായി പ്രവർത്തിക്കുന്നു. അതിനാൽ അച്ചാറുകൾ സൂക്ഷിക്കാൻ ലോഹപാത്രങ്ങൾ ഉപയോഗിക്കാറില്ല. തൈര്, മോര് ഇവ ചേർത്ത കറികൾ ഉണ്ടാക്കാൻ മൺപാത്രങ്ങളാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. അതായത് ടെസ്റ്റ് ട്യൂബിലെ വിനാഗിരി നേർപ്പിച്ച അസറ്റിക് ആസിഡിനകത്തേക്ക് മഗ്നീഷ്യം റിബണിൻ്റെ 3-4 ചെറു കഷ്ണങ്ങൾ ഇടുമ്പോൾ പിന്നീട് ഒരു തീപ്പെട്ടി കൊള്ളി ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത് കൊണ്ടുവന്ന ശേഷം വിരൽ മാറ്റുമ്പോൾ ചെറു ശബ്ദത്തോടെ കത്തി ഒരു വാതകം. അതാണ് ഏത് വാതകമാണ്? ഹൈഡ്രജനാണ്. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുന്നു. അതിനാൽ അച്ചാറുകൾ സൂക്ഷിക്കാൻ ലോഹപാത്രങ്ങൾ ഉപയോഗിക്കാറില്ല. തൈര്, മോര് ഇവ ചേർത്ത കറികൾ ഉണ്ടാക്കാൻ മൺപാത്രങ്ങളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇനി ഹൈഡ്രജനെക്കുറിച്ച് പറയാം. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. കത്തുന്ന വാതകമാണ് ഹൈഡ്രജനാണ്. അതുകൊണ്ടാണ് തീ കാണിച്ചപ്പോൾ ചെറു ശബ്ദത്തോടെ ഹൈഡ്രജൻ വാതകം കത്തിയത്. അടുത്തത് ഒരു ബോക്സിൽ ഹൈഡ്രജൻ കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ. അതിനാൽ ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ ഉയർന്നു പൊങ്ങും. റോക്കറ്റുകളിൽ ഇന്ധനമായി ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു. ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളും ഇന്ന് നിലവിലുണ്ട്. 2023 സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ പരീക്ഷണാർത്ഥം ഒരു ഹൈഡ്രജൻ ബസ് നിരത്തിലിറക്കി കഴിഞ്ഞു. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന പദത്തിൻ്റെ അർത്ഥം. ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ ജലമുണ്ടാകും. ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനുമാക്കാം. ഭാവിയുടെ ഊർജ്ജ വാഗ്ദാനമാണ് ഹൈഡ്രജൻ. അടുത്തതായി ആസിഡുകളുടെ പൊതു സ്വഭാവങ്ങൾ. ആസിഡുകൾക്ക് ഉപയോഗങ്ങളുണ്ട്. അവയ്ക്ക് പൊതുവായുള്ള കുറച്ച് സ്വഭാവങ്ങളും നോക്കാം. ഇനി മുകളിൽ പറഞ്ഞ് ഒന്നുകൂടെ പറയാം. നമ്മൾ സാധാരണയായി അച്ചാറുകൾ സൂക്ഷിക്കാൻ മൺപാത്രങ്ങൾ ഉപയോഗിക്കാറില്ല. തൈര്, മോര് ഇവ ചേർത്ത കറികൾ ഉണ്ടാക്കാൻ മൺപാത്രങ്ങളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇനി ആസിഡുകളുടെ ഉപയോഗങ്ങൾ. വിനാഗിരി ആസിഡ് സ്വഭാവമുള്ള ഒരു പദാർത്ഥമാണ്. ഇനി താഴെ ഒരു ബോക്സിൽ ആസിഡുകളും അവയുടെ ഉപയോഗങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നോക്കാം. അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് എന്തിനൊക്കെയാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്? അതായത് വിനാഗിരി അച്ചാറുകൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നു. അടുത്ത ആസിഡാണ് ഫോർമിക് ആസിഡ്. റബ്ബർ പാൽ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്നു. സിട്രിക് ആസിഡ് പാനീയങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിലും രാസവള നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു. നൈട്രിക് ആസിഡ് രാസവളം, പെയിൻറ്, ചായങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ടാനിക് ആസിഡ് ഉപയോഗിക്കുന്നത് തുകൽ, മഷി എന്നിവ നിർമ്മിക്കാനാണ്. കാർബോണിക് ആസിഡ് സോഡാ വെള്ളം, സോഫ്റ്റ് ഡ്രിങ്ക് എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഒന്നുകൂടെ നോക്കാം. അസറ്റിക് ആസിഡിൻ്റെ ഉപയോഗമാണ് വിനാഗിരി അച്ചാറുകൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നു. ഫോർമിക് ആസിഡ് റബ്ബർ പാൽ കട്ടിയാക്കുന്നു. സിട്രിക് ആസിഡ് പാനീയങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിലും രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. നൈട്രിക് ആസിഡ് രാസവളം, പെയിൻറ്, ചായം എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ടാനിക് ആസിഡ് തുകൽ, മഷി എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. കാർബോണിക് ആസിഡ് സോഡാ വെള്ളം, സോഫ്റ്റ് ഡ്രിങ്ക് എന്നിവയുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു. അടുത്തത് കുറച്ച് ബേസുകളും അവയുടെ ഉപയോഗങ്ങളും കൊടുത്തിട്ടുണ്ട്, നോക്കാം. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഗ്ലാസ് നിർമ്മാണം, മണ്ണിൻ്റെ അസിഡിറ്റി എന്നിവ കുറയ്ക്കാൻ. കാൽസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ ഉപയോഗമാണ് ഗ്ലാസ് നിർമ്മാണത്തിനും മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാനും. സോഡിയം ഹൈഡ്രോക്സൈഡ് സോപ്പ്, പേപ്പർ, റയോൺ എന്നിവ ഉണ്ടാക്കാൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നു. സോപ്പ്, പേപ്പർ, റയോൺ എന്നിവ നിർമ്മിക്കാൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നു.
പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സോഫ്റ്റ് സോപ്പ് അല്ലെങ്കിൽ നമ്മൾ സാധാരണയായി കുളിക്കുന്ന സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഇവ മരുന്നുകളിൽ ഉപയോഗിക്കുന്നു. അലുമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും സാധാരണയായി മരുന്നുകളിൽ ഉപയോഗിക്കുന്നു. അടുത്തതായി സോപ്പ് നിർമ്മിക്കാം. ഇതിനാവശ്യമായ സാമഗ്രികൾ 20 സോപ്പ് നിർമ്മിക്കാനാണ്. കാസ്റ്റിക് സോഡ 180 ഗ്രാം, വെളിച്ചെണ്ണ 1 കിലോഗ്രാം, വെള്ളം 350 മില്ലി, സോഡിയം സിലിക്കേറ്റ് 100 ഗ്രാം, സ്റ്റോൺ പൗഡർ 100 ഗ്രാം, കളർ, പെർഫ്യൂം. നിർമ്മാണ രീതി നോക്കാം. ഒരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ കാസ്റ്റിക് സോഡ ലയിപ്പിക്കുക. കാസ്റ്റിക് സോഡ വെള്ളത്തിൽ ലയിക്കുമ്പോൾ വലിയ അളവിൽ താപം പുറത്തുവിടും. ലായനി തണുത്ത ശേഷം അത് ഒരു പരന്ന പാത്രത്തിൽ എടുത്തു വെച്ച് വെളിച്ചെണ്ണയിലേക്ക് സാവധാനം ചേർക്കുക. തുടർന്ന് സോപ്പിൻ്റെ ഗാഢതയും അളവും കൂട്ടാനായി സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ക്രമമായി ചേർക്കാം. സോപ്പിന് ഭംഗി കൂടാൻ കളറും സുഗന്ധത്തിനായി പെർഫ്യൂമും ചേർക്കാം. മിശ്രിതം കുറുകുന്നതുവരെ തുടരെ ഇളക്കണം. കുറുകിയ മിശ്രിതം മോൾഡിൽ ഒഴിച്ചു വയ്ക്കുക. ഉറച്ച ശേഷം മോൾഡിൽ നിന്ന് ഇളക്കിയെടുത്ത് 2 ആഴ്ച കഴിഞ്ഞ് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ 20 സോപ്പ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാമഗ്രികൾ കൊടുത്തിട്ടുണ്ട്. സോപ്പ് നിർമ്മാണത്തിന് സാധാരണയായി ഉപയോഗിക്കുന്നവയാണ് കാസ്റ്റിക് സോഡ, വെളിച്ചെണ്ണ, വെള്ളം, സോഡിയം സിലിക്കേറ്റ്, സ്റ്റോൺ പൗഡർ, പിന്നെ കളറും പെർഫ്യൂമും. ഇതൊക്കെ ഉപയോഗിച്ച് 20 എണ്ണം സോപ്പ് നിർമ്മിക്കുന്നൊരു നിർമ്മാണ രീതിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തതായി മഞ്ഞൾ ഒരു പ്രകൃതിദത്ത സൂചകം. ആസിഡുകളെ തിരിച്ചറിയാൻ നാം ചെമ്പരത്തിപ്പൂ ഉരച്ച കടലാസ് ഉപയോഗിച്ചുവല്ലോ. ഇതൊരു പ്രകൃതിദത്ത സൂചകമാണ്. ഇതുപോലെ ബേസുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന സൂചകങ്ങളാണ് മഞ്ഞൾ ഉരച്ച കടലാസ്, മഞ്ഞൾ കലക്കിയ വെള്ളം എന്നിവ. ആസിഡുകളെയും ബേസുകളെയും തിരിച്ചറിയുന്നതിന് നിറമുള്ള സസ്യഭാഗങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയും. അവയ്ക്ക് ഉദാഹരണമാണ് ചുവന്ന ചീര, നീല ശംഖുപുഷ്പം, ചുവന്ന ക്യാബേജ്, ബീറ്റ്റൂട്ട് തുടങ്ങിയവ. അപ്പോൾ മുകളിൽ തന്നിരിക്കുന്ന സസ്യഭാഗങ്ങൾ ഉപയോഗിച്ച് പരീക്ഷിച്ചിട്ട് താഴെയുള്ള ഒരു ബോക്സിൽ പൂരിപ്പിക്കാം. സസ്യഭാഗം ആദ്യമായിട്ട് നീല ശംഖുപുഷ്പം. നീല ശംഖുപുഷ്പത്തിൻ്റെ സ്വാഭാവിക നിറം നീലയാണ്. അതിന് ആസിഡിൽ പിങ്ക് നിറമായിരിക്കും. ബേസിലാണെങ്കിൽ ഇളം പച്ച നിറമായിരിക്കും. അടുത്തത് ക്യാബേജ്. ക്യാബേജിൻ്റെ സ്വാഭാവിക നിറം പർപ്പിൾ കലർന്ന ചുവപ്പ്. അതിന് ആസിഡിലാണെങ്കിൽ ചുവപ്പ് കലർന്ന പിങ്ക് നിറമായിരിക്കും ലഭിക്കുക. ബേസിലാണെങ്കിൽ നീല കലർന്ന പച്ച കളറായിരിക്കും. അടുത്തത് ബീറ്റ്റൂട്ട്. ബീറ്റ്റൂട്ടിൻ്റെ സ്വാഭാവിക നിറം ഇരുണ്ട പിങ്കാണ്. അത് ആസിഡിൽ വയലറ്റ് ആയിരിക്കും. ബേസിൽ പച്ച കലർന്ന മഞ്ഞ കളറുമായിരിക്കും കാണപ്പെടുന്നത്. അപ്പം ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ. ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോക്സുകളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് മുഴുവനായിട്ട് കാണുക, പഠിക്കുക. താങ്ക് യു.